Good morning dear students. Binomial Theorem എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബൈനോമിയൽ തിയറത്തിൻ്റെ എക്സ്പാൻഷൻ യൂസിങ് ബൈനോമിയൽ തിയറം a plus b the whole raised to n, a minus b the whole raised to n. അതുപോലെ ചില പ്രോബ്ലംസും നമ്മൾ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചിട്ട് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമ്മൾ കാര്യമായിട്ട് പറഞ്ഞ് സംസാരിച്ചത് a plus b the whole raised to n is equal to nc0 ൽ തുടങ്ങി ncnൽ ഫിനിഷ് ആവും. n+1 ടേംസ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. എയുടെ പവർ എന്നിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓരോന്നോരോന്ന് ഡിക്രീസ് ചെയ്ത് പോയിട്ട് a⁻0 അത് ഫിനിഷ് ആവും. രണ്ടാമത്തെ പദമായ b b⁻0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് b⁻1 b⁻2 അങ്ങനെ ബിയുടെ പവർ ഓരോന്നോരോന്ന് ഇൻക്രീസ് ചെയ്ത് പോകും. അതാണ് അതിൻ്റെ ഒബ്സർവേഷൻസ്. അതുപോലെ a minus b the whole raised to n ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം, ഫസ്റ്റ് ടേം പോസിറ്റീവ് ആയിരിക്കും, പിന്നീട് നെഗറ്റീവ്, പ്ലസ് മൈനസ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ്സും മൈനസ് ആയിട്ട് പോകുന്നതാണ് a minus b the whole raised to n. അതിൻ്റെ അവസാന പദം പ്ലസ് ആണോ മൈനസ് ആണോ നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ സാധിക്കില്ല. n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 3 എന്നാണെങ്കിൽ ഇവിടെ -1/3 അപ്പം നെഗറ്റീവ് ആയിരിക്കും. n ഈവൺ ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ അത് പ്ലസ് ആയി മാറ്റും. അപ്പം അത് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാൻ സാധിക്കില്ല. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, nc0 എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 ആണ് അല്ലേ. nc0 ഈസ് ഈക്വൽ ടു 1. ഇത് ഫുൾ ടൈം 1 ആയിരിക്കും, അതുകൊണ്ട് ഇതും 1 ആയിരിക്കും. ncn ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. nc1 എന്ന് പറഞ്ഞാൽ എപ്പോഴും n ആയിരിക്കും ആൻസർ. nc1 ഈസ് ഈക്വൽ ടു n. അതുപോലെ ഇതിന് തൊട്ട് മുമ്പത്തെ ടേംസും ഇവിടെ കോഎഫിഷ്യൻ്റ് വന്നിരിക്കും. ഈ nc0 nc1 nc2 എന്നൊക്കെ പറയുന്ന പേരാണ് ബൈനോമിയൽ കോഎഫിഷ്യൻസ്. ഓക്കെ, ncr ഈസ് കാൾഡ് ബൈനോമിയൽ കോഎഫിഷ്യൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ബൈനോമിയൽ തിയറവുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ്. ഓക്കെ, പ്രോബ്ലംസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. യൂസിങ് ബൈനോമിയൽ തിയറം കമ്പ്യൂട്ട് 101/4. ഇവിടെ ചെറിയൊരു എറർ ഉണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. യൂസിങ് ബൈനോമിയൽ തിയറം കമ്പ്യൂട്ട് 101/4. ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ 101/4 ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. നോക്കൂ, എങ്ങനെയാണ് നമുക്ക് 101/4 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? യെസ്, 101 the whole raised to 4 can be written as 100 plus 1 the whole raised to 4 എന്ന് നമുക്ക് എഴുതാം അല്ലേ. 100 plus 1 the whole raised to 4. ഇനി നമ്മൾ a plus b the whole raised to 4ലാണ് ഇത് എക്സ്പാൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 4c0 4c1 4c2 അങ്ങനെയൊന്നും എഴുതുന്നില്ല. നമുക്കറിയാം whole raised to 4 വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കോഎഫിഷ്യൻസ് നമുക്കറിയാം അല്ലേ. പാസ്കൽസ് ട്രയാങ്കിൾ നമുക്ക് അറിയുന്നതാണ്. 1 2 1 1 3 3 1 1 4 6 4 1. ഇതാണ് a plus b whole raised to 4ൻ്റെ കോഎഫിഷ്യൻസ്. അപ്പോൾ നമ്മൾ ആദ്യം 1ൽ നിന്ന് തുടങ്ങുകയാണ് അല്ലേ. 1 4c0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് എഴുതുന്നില്ല. ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമായതുകൊണ്ട് ഞാൻ 4c0 എഴുതുന്നില്ല, അതിൻ്റെ വാല്യൂ എഴുതാണ്. ഫസ്റ്റ് വരെ 100/4 ആയിരിക്കും അല്ലേ. 4c0 100/4 കറക്റ്റ് അല്ലേ. പ്ലസ് ഇനി 4c1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 100ൻ്റെ പവർ 1 ഡിക്രീസ് ചെയ്തു അല്ലേ, 100³ അന്നേരം ഒരു 1 കടന്നു വന്നിട്ടുണ്ടാവും. 1 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. പ്ലസ് അടുത്തത് 6 ആണ് അല്ലേ. 6 ഇത് അടുത്തത് 4 കഴിഞ്ഞു 6 ആയി. 6 4c2 ആണ് ഇത്. പിന്നെ 100ൻ്റെ പവർ ഒന്നും കൂടെ കുറഞ്ഞു, 100² ആയി. ഇപ്പോൾ 1 സ്ക്വയർ ആയിട്ട് മാറും. 1 ആയതുകൊണ്ട് എഴുതുന്നില്ല. വീണ്ടും 4 ആണ്. 4 ഇൻറ്റു 100ൻ്റെ പവർ ഒന്നും കൂടെ ഡിക്രീസ് ചെയ്തു, 100 ഇൻറ്റു 1 ലാസ്റ്റ് പ്ലസ് 1/4 ആണ്, അത് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 4c0 4c1 4c2 4c3 4c4 നമ്മളെല്ലാം എഴുതിയിട്ടുണ്ട്. 4c0 4c1 4c2 4c3 4c4. അപ്പം അപ്ലിക്കേഷൻ ലെവൽ ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ 4c0 4c1 4c2 എന്ന് എഴുതാത്തത്. നമുക്ക് ഒരു ഉത്തമ ബോധ്യമുണ്ടായിരിക്കണം. ഇത് 1 4 6 4 1 ആണ് ഇതിലത്തെ ബൈനോമിയൽ കോഎഫിഷ്യൻസ്. നമ്മുടെ മെയിൻ എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇനി സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ 100/4 എന്ന് പറഞ്ഞാൽ 10⁻² the whole raised to 4. 1ൻ്റെ ശേഷം 8 zeros ഉണ്ടാവും അല്ലേ. 1 2 3 4 5 6 7 8 ഇതാണ് 100/4. പ്ലസ് ഇവിടെ 4 ഇൻറ്റു 100³ ആണ് അല്ലേ. 4 ഇൻറ്റു 100³ എന്ന് പറഞ്ഞാൽ 1 2 3 4 5 6 പ്ലസ്
ഇവിടെ 6 × 100 സ്ക്വയർ, 6 × 100ൻ്റെ സ്ക്വയർ നമുക്കറിയാം 1ന് ശേഷം 4 പൂജ്യങ്ങൾ വരും, പ്ലസ് 4 × 100, 400 പ്ലസ് 1 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇതെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഇനി പ്രത്യേകം ഇത് എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 1 2 3 4 5 6 7 8 പ്ലസ് 4 ഇൻറ്റു ദിസ് 1 എന്ന് പറഞ്ഞാൽ 4ന് ശേഷം 3 3 6 0 അല്ലേ, 4ന് ശേഷം 1 2 3 4 5 6 പ്ലസ് ഇവിടെ 60,000 1 2 3 4 പ്ലസ് 400 പ്ലസ് 1. ഇത് നമ്മൾ സാധാരണ കാൽക്കുലേറ്ററിലോ അല്ലെങ്കിൽ പേപ്പറിലോ നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും 104,060,401 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ബൈനോമിയൽ തിയറം കമ്പ്യൂട്ട് 98^5 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 98^5 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കുകയാണ്. 98 അല്ലേ, 98^5 നമുക്ക് എങ്ങനെ എഴുതാം? സ്ക്വയറും ക്യൂബും എല്ലാം അറിയുന്ന ഒരു നമ്പറുമായി കണക്ട് ചെയ്താൽ നമുക്ക് 100 - 2^5 നമുക്ക് എഴുതാം അല്ലേ. 100 - 2^5, 100 - 2 ആണല്ലോ 98. ഇനി നമ്മളിവിടെ a-b^5 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ a-b^5 എഴുതുമ്പോൾ നമുക്ക് ബൈനോമിയൽ കോഎഫിഷ്യൻസ് നമുക്ക് അറിയണം. 1 1 1 1 2 1 1 3 3 1 1 4 6 4 1 ആണ് 4 അല്ലേ. 1 5 10 10 5 1 ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 5C0 നമ്മൾ എഴുതുന്നില്ല, 5C0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആദ്യം എഴുതേണ്ടത് 100^5 എന്ന് എഴുതി, പിന്നെ മൈനസ് ആണ് അല്ലേ, മൈനസ് 5C0 എന്ന് പറഞ്ഞാൽ 5 ആണ്. കണ്ട 5 എഴുതി, 100ൻ്റെ പവർ 1 ഡിക്രീസ് ചെയ്തു, പിന്നീട് 2 വരണം അല്ലേ, ഒരു 2 കടന്നു വന്നു, പിന്നെ പ്ലസ് ആണ്, പ്ലസ് വീണ്ടും 10 എഴുതി, 5C2 ഇതാ 10 എഴുതി, 100 ക്യൂബ് എഴുതുന്നു, 100 ക്യൂബ്, അന്നേരം ഒരു 2 സ്ക്വയർ വരും, പിന്നീട് മൈനസ് വീണ്ടും 10 ആണ്, 10 × 100 സ്ക്വയർ എഴുതി, അന്നേരം 2ൻ്റെ ക്യൂബ് കടന്നു വരും, പിന്നീട് പ്ലസ് ആണ്, പ്ലസ് വീണ്ടും 5 ആണ്, 5 × 100 എഴുതി, പിന്നീട് വരുന്നത് ഒരു 2^4 വരും അല്ലേ, 2^4 വരും, ലാസ്റ്റ് മൈനസ് ആണ്, മൈനസ് 1 ആയതുകൊണ്ട് എഴുതുന്നില്ല, 2^5 എന്നാണ് വരും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് എഴുതേണ്ടത് 100^5 ആണ്. 100^5 എന്ന് പറഞ്ഞാൽ 10^2^5, 10^10 അല്ലേ, 1ൻ്റെ ശേഷം 10 പൂജ്യങ്ങൾ വരും, 1 2 3 4 5 6 7 8 9 10 പൂജ്യങ്ങൾ വരും. പിന്നീട് 5ൻ്റെ ശേഷം അല്ലേ, 5 × ഇവിടെ 1ൻ്റെ ശേഷം 8 പൂജ്യങ്ങൾ എഴുതണം, 1 2 3 4 5 6 7 8, പിന്നെ ഇൻറ്റു 2 ഉണ്ട്, ഇവിടെ വീണ്ടും പ്ലസ് 10 × 1ൻ്റെ ശേഷം 6 പൂജ്യങ്ങൾ, 1 2 3 4 5 6, പിന്നെ ഇൻറ്റു 4 അല്ലേ, 2² 4 ആണ്, പിന്നെ മൈനസ് 10 × 1ൻ്റെ ശേഷം 4 പൂജ്യങ്ങൾ എഴുതണം, 1 2 3 4, പിന്നീട് 8 ഉണ്ട് ഇവിടെ, 8 നിങ്ങൾക്ക് കാണാം, പിന്നെ പ്ലസ് ആണ്, എസ് പ്ലസ് ഇട്ടു, 5 × എസ് 100 × 2^4 എന്ന് പറഞ്ഞാൽ 16, ലാസ്റ്റ് 2^5 32. ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം പ്ലസ് ടേമുകൾ മാത്രം നമ്മൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. പ്ലസ് ടേമുകൾ മാത്രം ആഡ് ചെയ്യുമ്പം ഇതാ ഈ ടേം ആഡ് ചെയ്യണം, അതുപോലെ ഇതാ തേർഡ് ടേം ആഡ് ചെയ്യണം, ഈ ടേം, ഈ 3 ടേംസും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആൻസർ കംപ്ലീറ്റ് ഈ ടിക്കറ്റ് ടേംസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100 100 400 800 എന്നായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ടിക്കറ്റ് 3 റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 3 അതിൻ്റെ ശേഷം നമ്മൾ മൈനസ് ഇതാ മൈനസ് നമ്പേഴ്സ് ആഡ് ചെയ്യാണ്, 1 2 3, ആ 3 നമ്പറും കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇത് 5ൻ്റെ ശേഷം ഇത്രയും സീറോസ് വരും കേട്ടോ. ഇവിടെ 10 × 4 40, സോറി 10 × 8 80ക്ക് ശേഷം 4 സീറോസ് വരും. അങ്ങനെ ചെയ്താൽ കംപ്ലീറ്റ് നെഗറ്റീവ് നമ്പേഴ്സും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 സോറി 100 800 32 എന്നായിരിക്കും. അപ്പോൾ പ്ലസ് നമ്പേഴ്സ് കംപ്ലീറ്റ് ആഡ് ചെയ്തു, അത് റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. മൈനസ് നമ്പേഴ്സ് കംപ്ലീറ്റ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ
ഇത് സബ്ട്രാക്ഷൻ നടത്തുന്നു. സോ ദ ആൻസർ ഈസ് 9039207968 എന്നായിരിക്കും 98⁵ ആൻസർ ബൈനോമിയൽ തിയറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ 99 എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? 99⁵ ആണെങ്കിൽ 100 - 1 എന്ന് എഴുതും. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് ചോദ്യങ്ങളും ഇനി ബൈനോമിയൽ തിയറം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. 102 ആണെങ്കിലോ 102⁵ ചോദിച്ചാൽ എങ്ങനെ നമ്മൾ എഴുതാം? യെസ്, 102⁵ = 100 + 2⁵5 എന്ന് എഴുതിയിട്ടാണ് നമ്മളത് സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 12 നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. 102 എഴുതുന്ന രൂപം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 96ന് നമ്മൾ എങ്ങനെ എഴുതും? യെസ്, 96ന് നമ്മൾ 100 - 4⁵3 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, 96ന് എഴുതേണ്ട രൂപം അറിയാലോ? 100 - 4⁵3 എന്ന് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും, ക്യൂബ് ആയതുകൊണ്ട്. ഇതിന് എഴുതേണ്ട രൂപം നേരത്തെ പറഞ്ഞു, 100 + 2⁵5 ഉപയോഗിച്ച് ചെയ്തിട്ട് ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, രണ്ടും നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതേ ഓർഡറിൽ തന്നെ എഴുതി വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് a + b⁴ - a - b⁴. Hence evaluate √3 + √2⁴ -√3 - √2⁴. അപ്പോൾ ഈ ഒരു ചോദ്യം വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു എക്സ്പാൻഷൻ കണ്ടതിൻ്റെ ശേഷം ഇതിൽ നമ്മൾ എയുടെ പൊസിഷനിൽ √3 എന്നും ബിയുടെ പൊസിഷനിൽ √2 എന്നും കൊടുത്താൽ, കണ്ടോ, എയുടെ പൊസിഷനിൽ √3, ബിയുടെ പൊസിഷനിൽ √2 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാവുന്നത് a + b⁴ എഴുതാണ്. അപ്പോൾ a + b⁴ എഴുതുമ്പോൾ അതിൻ്റെ ബൈനോമിയൽ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയണം 1 4 6 4 1 ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എഴുതും 4C0 4C1 4C2 4C3 4C4. ഓക്കെ, 4C0 4C1 4C2 4C3 4C4. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആൻസർ എഴുതാണ്. വാട്ട് ഈസ് a + b⁴? a + b⁴ ആണ് ഞാൻ എഴുതുന്നത്. ആദ്യം 4C0, ഇതാണ് 4C0 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ എയുടെ ഫുൾ പവർ വരും a⁴, കറക്റ്റ്. നെക്സ്റ്റ് പ്ലസ്, ഇനി 4 എഴുതി, ഇതാ 4C1 ആണ്, 4C1. എയുടെ പവർ ഒന്ന് കുറഞ്ഞു, a³ b പ്ലസ് അടുത്തത് ഏതാ? 4C2 എന്ന് പറഞ്ഞാൽ 6 ആണ്, 6. എയുടെ പവർ ഡിക്രീസ് ചെയ്തു, ബിയുടെ പവർ ഇൻക്രീസ് ചെയ്തു, a² b². വീണ്ടും പ്ലസ് 4C3 അല്ലേ, 4 തന്നെയാണ്. എയുടെ പവർ ഒന്നുകൂടെ കുറഞ്ഞു, ബിയുടെ പവർ ഒന്നുകൂടെ കൂടി, ലാസ്റ്റ് 1. 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ്, b⁴. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, a⁴ പ്ലസ് 4a³ പ്ലസ് 6a² b² പ്ലസ് 4ab³ പ്ലസ് b⁴. കറക്റ്റ് ആണല്ലോ. ഇനി നമ്മൾ തൊട്ട് താഴെ a - b⁴ എഴുതാണ്. a - b⁴ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും, കാരണം നമ്മൾ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും കൊടുത്താൽ മതി അല്ലേ. ഇവിടെ a⁴ - 4a³ b പ്ലസ് 6a² b² മൈനസ് 4ab³ പ്ലസ് b⁴. റെഡി? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പേര് കൊടുക്കാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് പേര് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് നോക്കൂ, a + b⁴ നിന്ന് -2 അല്ലേ, ഒന്നാമത്തെ ഇക്വേഷൻ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യാണ്. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ഗീവ്സ് 1 - 2 എന്ന് പറഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക? ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ലഭിക്കും a + b⁴ മൈനസ് a - b⁴ ആയി ലെഫ്റ്റ് സൈഡിൽ ഈക്വൽസ്. ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നോക്കൂ, സെയിം ടേംസ് ക്യാൻസൽ ആവും. a⁴ - a⁴ ക്യാൻസൽ ആവും, 6a² b², 6a² b² ക്യാൻസൽ ആവും, അതുപോലെ b⁴ 3 ക്യാൻസൽ ആവും. സെക്കൻഡ് ടൈം നോക്കൂ, 4a³ b മൈനസ്, നമ്മൾ സബ്ട്രാക്ഷനാണ് നടത്തുന്നത്, 4a³ b മൈനസ് -4a³ b അല്ലേ. 4 മൈനസ് -4 എന്നാണ് വരിക, 4 മൈനസ് -4, അപ്പം 8a³ b എന്ന് വരും. 8a³ b, നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, സെക്കൻഡ് ടൈമാണ് എഴുതിയിരിക്കുന്നത്. വീണ്ടും ഇത് ക്യാൻസലായി, കാരണം സബ്ട്രാക്ഷനാണ്. വീണ്ടും ഇവിടെ നോക്കൂ, 4 - -4 വീണ്ടും 8 വരും, 8ab³ എന്ന് വരും,
എ ബി ക്യൂബ്. ഇങ്ങനെ രണ്ട് ടേംസ് ഇല്ലാത്തതെല്ലാം ക്യാൻസൽ ആവും. ഈ എ റേസ്റ്റ് 4 മൈനസ് എ റേസ്റ്റ് 4 0. ഇവിടെ 4 മൈനസ് മൈനസ് 4 8 എ ക്യൂബ് ബി. 6 മൈനസ് 6 0. 4 മൈനസ് മൈനസ് 4 അഗെയിൻ 8 എ ബി ക്യൂബ്. ബി റേസ്റ്റ് 4 മൈനസ് ബി റേസ്റ്റ് 4 0. രണ്ട് ടേംസ് മാത്രം ബാക്കിയായി. അപ്പോൾ എന്തായിരിക്കും ആൻസർ? നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ എഴുതാം. 8 കോമൺ ഫാക്ടറാണ്, എ കോമൺ ആണ്, ബി 8 എ ബി ഇതിൽ കോമൺ ആണ്. ബാക്കി നമ്മൾ എഴുതി കഴിഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നായിരിക്കും. ശരിയല്ലേ? 8 എ ക്യൂബ് ബി പ്ലസ് 8 എ ബി ക്യൂബ്. 8 എ ബി കോമൺ ആണ്, എന്നിട്ട് ബാലൻസ് ഉള്ളത് എഴുതിയതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് 4 മൈനസ് എ മൈനസ് ബി ദി ഹോൾ റേസ്റ്റ് 4 എന്നാണ് 8 എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് നമ്മൾ ഇത് ഇവാലുവേറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുട്ട്സ് എ ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? എ ഈക്വൽ ടു √3 എന്നും യെസ് ബി ഈക്വൽ ടു √2 എന്നും കൊടുത്തു. ഇവിടെ നോക്കൂ, എക്ക് √3 ബിക്ക് √2 എന്ന് കൊടുത്താൽ എന്തായിട്ട് മാറി? ഇത് രണ്ടാമത്തെ പാർട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്യാം. √3 പ്ലസ് √2 the whole raised to 4 a plus b whole raised to 4 minus yes √3 minus √2 the whole raised to 4 is equal to നമ്മുടെ ആൻസർ എന്താ നോക്കൂ. ഇതിൻ്റെ ആൻസർ 8 എ ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എക്ക് എന്ത് കൊടുക്കണം? √3 കൊടുക്കണം. 8 ഇൻറ്റു √3 ഇൻറ്റു √2 അല്ലേ? എയുടെ വാല്യൂ കൊടുത്തു, ബിയുടെ വാല്യൂ കൊടുത്തു. ഇനി അടുത്തത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. വാട്ട് ഈസ് എ സ്ക്വയർ? നോക്കൂ നിങ്ങൾ, എ എന്ന് പറഞ്ഞാൽ √3. അപ്പോൾ എയുടെ സ്ക്വയർ യെസ് 3 പ്ലസ് ബി സ്ക്വയർ, ബി √2 ആണ്, ബിയുടെ സ്ക്വയർ 2 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഇത് 5 ആണ് അല്ലേ? 5 ഇൻറ്റു 8 48 മാറും. 8 ഇൻറ്റു √6 ഇൻറ്റു ഇത് 5 ആണ് അല്ലേ? 5 ആണ്. അപ്പോൾ ആൻസർ 40√6 എന്ന ആൻസർ കിട്ടും. 40√6 ആണ് ഇതിൻ്റെ ആൻസർ അല്ലേ? 8 ഇൻറ്റു 5 40, √6 ഈസ് √6. സോ ദ ആൻസർ ഈസ് 40√6. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ഇറ്റ് ആൻഡ് സ്റ്റഡി ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. ഫൈൻഡ് എക്സ് പ്ലസ് 1 ദി ഹോൾ റേസ് 6 പ്ലസ് എക്സ് മൈനസ് 1 ദി ഹോൾ റേസ് 6. ഇത് നമ്മൾ ബൈനോമിയൽ തിയറത്തിൽ ഇത് എക്സ്പാൻഡ് ചെയ്യണം. 7 ടേംസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കറിയാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്നിട്ട് പ്ലസ് ചെയ്യുന്നു. എന്നിട്ട് എക്സിന് √2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ലഭിക്കും. അപ്പോൾ എ പ്ലസ് ബി ദി ഹോൾ റേസ് 6 എക്സ്പാൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് 6c0 അറിയണം. 6c1 6c2 6c3 6c4 6c5 ആൻഡ് 6c6 ഇത്രയും അറിയണം. ഇതെപ്പോഴും 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും 1 ആയിരിക്കും. ഇത് 6 ആയിരിക്കും, അപ്പോൾ ഇതും 6 ആയിരിക്കും. ഓക്കെ, ഇതെന്തായിരിക്കും? 6c2 നമുക്കറിയാം 6 ഇൻറ്റു 5 30/2. ഇത് 15 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് വീണ്ടും 15 ആയിരിക്കും. 6c3 എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക? 6c3 6 ഇൻറ്റു 5 ഇൻറ്റു 4/1 ഇൻറ്റു 2 ഇൻറ്റു 3 അത് 20 ആയിരിക്കും. ഇത് 20 ആയിരിക്കും. അപ്പോൾ കോഎഫിഷ്യൻസ് 1 6 15 20 15 6 1 എന്നായിരിക്കും കോഎഫിഷ്യൻസ്. അപ്പോൾ എക്സ് പ്ലസ് 1 ദി ഹോൾ റേസ് 6 ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. എക്സ് പ്ലസ് 1 ദി ഹോൾ റേസ് 6 ഇസ് ഈക്വൽ ടു ആദ്യം 1 അല്ലേ? എക്സ് റേസ് ടു 6 പിന്നെ 6 ആണ് എഴുതേണ്ടത്. പ്ലസ് 6 എഴുതുന്നു. എക്സിൻ്റെ പവർ ഒന്ന് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തേത് 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. വീണ്ടും 15 എഴുതുന്നു. എക്സ് റേസ് ടു 4 1 സ്ക്വയർ ആയതുകൊണ്ട് എഴുതണ്ട. വീണ്ടും 20 എക്സ് ക്യൂബ് അല്ലേ? പിന്നീട് വീണ്ടും 15 എക്സ് സ്ക്വയർ. വീണ്ടും 15 കഴിഞ്ഞാൽ വീണ്ടും 6 ആണ്. 6x ലാസ്റ്റ് പ്ലസ് 1. വളരെ സിമ്പിളാണ്. രണ്ടാമത്തെ ടേം 1 ആയതുകൊണ്ട് അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നത് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ എക്സ് മൈനസ് 1 ദി ഹോൾ റേസ് 6 എഴുതുന്നു. എന്നിട്ട് രണ്ട് ഇക്വേഷൻസ് കൂടെ നിങ്ങൾ പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ട്രൈ ചെയ്ത് നോക്കണം. വിച്ച് ഈസ് ലാർജർ എന്നുള്ളൊരു ചോദ്യമാണ്. 1.1 റേസ് ടു 10,000 എന്നുള്ള ഈ നമ്പറാണോ 1000 എന്ന് പറയുന്ന ഈ നമ്പറാണോ? ഇതിൽ ആരാണ് വലിയ നമ്പർ എന്നാണ് നമ്മൾ ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ 1000 എന്ന് പറഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ട് അല്ലേ? 1000 എന്ന് പറഞ്ഞാൽ 1000. ഇനി ഈ നമ്പർ 1000-നേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. 1.1 റേസ് ടു 10,000 എന്ന് പറയുന്ന ഈ നമ്പർ യെസ് ഈ 1000-ന്റെ മേലെയാണോ താഴെയാണോ, ഗ്രേറ്റർ ആണോ ലെസ്സർ ആണോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ബൈനോമിയൽ തിയറത്തിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ 1.1 റേസ് ടു 10,000
ഇതിന് തൽക്കാലം നമ്മളിങ്ങനെ എഴുതാണ് 1 പ്ലസ് 0.1 അല്ലേ, 1 പ്ലസ് 0.1 ആണല്ലോ 1.1, 1 പ്ലസ് 0.1 റേസ് ടു 10,000 എന്ന് എഴുതി. ശരിയാണല്ലോ. ഇതിൽ നമ്മൾ ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യുന്നു. എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് എൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എ പ്ലസ് ബി ദി ഹോൾ റേസ്റ്റ് എൻ എഴുതുമ്പോൾ നമുക്ക് അറിയാം ആദ്യം 1 റേസ് ടു 10,000 1 എന്ന് തന്നെ വരും അല്ലേ. 1 റേസ് ടു എനിത്തിങ് ഈസ് 1. എൻ സി 0 അല്ലേ, എൻ സി 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എൻ സി 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അടുത്തത് എൻ സി 1 ആണ്. എൻ സി 1 എന്ന് പറഞ്ഞാൽ എൻ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോകുന്നത് 10,000 സി 1. ഓക്കെ, 10,000 സി 0 അവിടെ എഴുതിയിട്ടുണ്ട്, അത് 1 ആയിട്ടുണ്ട്. ഇനി 1ൻ്റെ പവർ ഒന്ന് ഡിക്രീസ് ചെയ്തു, രണ്ടാമത്തെ ബിയുടെ പവർ ബി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടാവും അല്ലേ, പ്ലസ് അടുത്തത് 10,000 സി 2, അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. 10,000 സി 2 ഏതായാലും ഒക്കെ പോസിറ്റീവ് ടേംസ് ആയിരിക്കും, എല്ലാം പോസിറ്റീവ് ടേംസ് ആയിരിക്കും. ഓക്കെ, എത്ര ടേംസ് ഉണ്ടായിരിക്കും ഇടോ? ആകെ 10,001 ടേംസ് ഉണ്ടായിരിക്കും. എ പ്ലസ് ബി ഹോൾ റേസ് 10,000 ആണ്. 10,001 ടേംസ് എഴുതൽ ഇവിടെ നടക്കില്ല. 1-2 ടേംസ് നമ്മൾ എഴുതി, ബാക്കി ടേംസ് ഇവിടെ പോസിറ്റീവ് ടേംസ് എന്ന് എഴുതിക്കാണ്. എല്ലാം പോസിറ്റീവ് ടേംസ് ആയിരിക്കും, എല്ലാം പോസിറ്റീവ് നമ്പേഴ്സാണ്. ഇവിടെ നോക്കൂ, ഇത് 1 ആണ് അല്ലേ, 1 പ്ലസ് ഇത് എൻ സി 1 എന്ന് പറഞ്ഞാൽ എൻ ആണ്. അപ്പോൾ 10,000 സി 1 എന്ന് പറഞ്ഞാൽ 10,000 തന്നെ വരും. 10,000 2 3 4 10,000 ഇൻറ്റു 0.1 പ്ലസ് പോസിറ്റീവ് ടേംസ് എന്ന് എഴുതി. പോസിറ്റീവ് ടേംസ് നോക്കൂ നിങ്ങൾ, ഇത് 1 തന്നെയാണ്. 1 പ്ലസ് 10,000 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ ഇങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി അല്ലേ, 1000 എന്ന് കിട്ടും. 1000 പ്ലസ് പോസിറ്റീവ് ടേംസ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവിടെ ആഡ് ചെയ്ത് പോവാണ്. പോസിറ്റീവ് ടേംസ് വരുമ്പോൾ എങ്ങനെയായാലും ഈ നമ്പറിനേക്കാൾ കൂടുതലായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇത് 1ഉം ഇത് 1000ഉം. അപ്പോൾ ഇത് എന്തായാലും 1001 വന്നില്ലേ, 1001 വന്നു, പിന്നെ പോസിറ്റീവ് ടേംസും വന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എന്ത് പറയാം, ഈസ് ഗ്രേറ്റർ ദാൻ 1000 എന്ന് നമുക്ക് പറഞ്ഞൂടെ. ഇവിടെ തന്നെ 1001 വന്നു അല്ലേ, 1001ഉം പിന്നെ പോസിറ്റീവ് ടേംസും, അതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പറാണ് ഈ നമ്പറിനേക്കാൾ വലിയ നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? therefore what is our conclusion? പറയൂ നിങ്ങൾ. 1.1 അല്ലേ, 1.1 raised to 10,000 is greater than 1000 എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. ഓക്കെ, ഇവിടെ എൻ സി 0 ഉണ്ട് കേട്ടോ. എൻ സി 0 1 ആയതുകൊണ്ട് ഞാൻ എഴുതിയില്ല. ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യത്തിൽ അത് എഴുതണ്ട. 10,000 സി 1 10,000. 5 സി 1 എന്ന് പറഞ്ഞാൽ 5 ആണ്, മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ലാർജർ? സെയിം മോഡൽ ചോദ്യമാണ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ നമ്പറിൻ്റെ സൈസ് എത്ര നോക്കുകയാണ്. ഇത് നമുക്കറിയാം 10,000 ആണ്. അപ്പോൾ ഞാൻ 1.01 ആണ് എഴുതുന്നത്. 1.01 റേസ് ടു ഇത് എത്രയായിരിക്കും? 1 2 3 4 5 6 6 0 10 lakh ആണ്. 1 2 3 4 5 6. ദിസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? യെസ്, 1 പ്ലസ് 0.01 റേസ് ടു 10 lakh. 1 2 3 4 5 6. ബൈനോമിയൽ തിയറം ഉപയോഗിക്കുമ്പോൾ ആദ്യം 1 റേസ് ടു ഇത് വരും അല്ലേ, 1 തന്നെ വരും. 1 പ്ലസ് അടുത്തത് 10 lakh സി 1 3 4 5 6 10 lakh സി 1. ഇവിടെ 10 lakh സി 0 വന്നിട്ടുണ്ട്. ഇവിടെ ഇൻറ്റു 1 വന്നു, 0.01 വരും, ഇൻറ്റു 0.01. സെക്കൻഡ് ടേം ഒരു പ്രാവശ്യം വരില്ലേ. അടുത്തത് 10 lakh സി 2.01 സ്ക്വയർ എന്നത് നമ്മൾ എഴുതുന്നില്ല. പ്ലസ് പോസിറ്റീവ് ടേംസ് എന്ന് എഴുതാണ്. സം പോസിറ്റീവ് ടേംസ് എഴുതൽ പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. പോസിറ്റീവ് ടേം ആണെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ദിസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇത് 10 lakh തന്നെ വരും അല്ലേ. 1 2 3 4 5 6 ഇൻറ്റു 0.01 പ്ലസ് പോസിറ്റീവ് ടേംസ്. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും ആൻസർ? 10 lakhനെ 0.01 കൊണ്ട് ഗുണിച്ചാൽ 2 ഡെസിമൽ ഇങ്ങോട്ട് മാറ്റി എഴുതും. അപ്പോൾ നമുക്ക് 1 2 3 4 കിട്ടും അല്ലേ. 1 2 3 4 5 6 പ്ലസ് പോസിറ്റീവ് ടേംസ്. നോക്കൂ നിങ്ങൾ ഈ നമ്പറിൻ്റെ പ്രത്യേകത. ഇത് 10,001 ആയില്ലേ.
10,000 ഓൾറെഡി ഇവിടെ ഉണ്ട്, 10,001 പിന്നെ പോസിറ്റീവ് ടേംസും. അപ്പം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദിസ് ഈസ് ഇതെന്തായാലും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. ആരെക്കാൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കും? 10,000-നേക്കാൾ വലിയ നമ്പർ ആയിരിക്കും എന്ന് പറയാൻ പറ്റുമല്ലോ. ദെർഫോർ വാട്ട് വി ക്യാൻ സേ, യെസ് 1.01 the whole raised to 10 lakh is greater than 10,000 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെക്കുക. സെയിം ചോദ്യങ്ങളാണ് രണ്ടും. അടുത്തത് 17. യൂസിങ് ബൈനോമിയൽ തിയറം പ്രൂവ് ദാറ്റ് 6 raised to n minus 5n always leaves remainder 1 when divided by 25. ഈ നമ്പർ ഇത് n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ് കേട്ടോ. n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്. ഈ നമ്പറിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതേതോ ഒരു നമ്പറാണ് അല്ലേ. ഇവിടെ 1 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 6 minus 5 1 എന്ന് കിട്ടും. 2 എന്ന് കൊടുത്താൽ 36 minus 25 അല്ലേ. 36 minus 25 36 minus 10 വരെ. 2 എന്ന് കൊടുത്താൽ 36 minus 10 26 എന്ന് കിട്ടും അല്ലേ. 6ന്റെ ക്യൂബ് 3 എന്ന് കൊടുത്താൽ 6 ക്യൂബ് മൈനസ് 5 × 3 അങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ നമ്പറിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏതൊരു നമ്പറിനെയും 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് 1 എന്ന് സ്ഥാപിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കൂ നിങ്ങൾ, നമ്മുടെ നമ്പർ 26 ആണെന്ന് വിചാരിച്ചോളൂ. 26 ആണെങ്കിൽ നമുക്കറിയാം 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് 1 വരും അല്ലേ. പിന്നെ 51 ആണെങ്കിലോ, 51 വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് 1 ആയിരിക്കും അല്ലേ. 201 വന്നാലോ, യെസ് 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് 1 ആയിരിക്കും. ഈ 76 വന്നാലോ, 76 വന്നാൽ 25ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 1 ആയിരിക്കും അല്ലേ. 101 വന്നാലോ. അപ്പോൾ ഇങ്ങനത്തെ നമ്പേഴ്സിൻ്റെ പ്രത്യേകത ബാലൻസ് 1 വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതലായിരിക്കണം ഈ നമ്പർ. ഇതാ 25ൻ്റെ മൾട്ടിപ്പിളിനേക്കാൾ 1 കൂടുതൽ അല്ലേ. 25ൻ്റെ ഗുണനത്തേക്കാൾ 1 കൂടുതൽ. ഈ 25ൻ്റെ മൾട്ടിപ്പിളാണ് 200 പ്ലസ് 1, ഇവിടെ 75 പ്ലസ് 1, 100 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇവിടെ തെളിയിക്കേണ്ടത്? നമ്മൾ ഒരു കാര്യം തെളിയിച്ചാൽ മതി. ഈ നമ്പർ, ഈ 6 raised to n minus 5n എന്ന് പറയുന്ന നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 25 പ്ലസ് 1 എന്ന് തെളിയിച്ചാൽ മതി. എന്താ നമുക്ക് തെളിയിക്കേണ്ടത്? ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 25 പ്ലസ് 1. കാരണം 26 എന്ന് സങ്കല്പിച്ച് നോക്കൂ. 26നെ നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് 1 വരും. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 25 പ്ലസ് 1 എന്നുള്ള മോഡലായിരിക്കണം. അപ്പം നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ്, ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ടു പ്രൂവ് ദാറ്റ് 6 raised to n minus 5n is equal to മൾട്ടിപ്പിൾ ഓഫ് 25. മൾട്ടിപ്പിൾ ഓഫ് 25 എന്നുള്ളത് നമ്മൾ 25k എന്ന് എഴുതാം പ്ലസ് 1. ഈ മോഡലാണ് ഈ നമ്പർ എന്ന് തെളിയിക്കണം. ഇത് നോക്കൂ, ഇത് 25 അല്ലേ. 25 × 1 പ്ലസ് 1 ആണ് അല്ലേ. ഇനി നമ്മൾ 51 എടുത്തെന്ന് വിചാരിച്ചോളൂ. 51 എന്ന് പറഞ്ഞാൽ 25ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. 25 × 2 അല്ലേ 50 പ്ലസ് 1. ഇപ്പോൾ 25k പ്ലസ് 1. ഈ മോഡൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ബാലൻസ് 1 ഉണ്ടായിരിക്കും. ഓക്കെ, 25 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്താൽ ബാലൻസ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നന്നായി ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് 1 + x ദി ഹോൾ റേസ് ടു n ൻ്റെ എക്സ്പാൻഷനാണ്. എല്ലാവർക്കും അറിയാം 1 + x ദി ഹോൾ റേസ് ടു n എന്താണ്? യെസ്, ആദ്യം 1 വരും അല്ലേ. 1 പ്ലസ് പിന്നെ nc1 എന്നാണ് വരിക. nc1 ഇവിടെ nc0 എഴുതുന്നില്ല. 1 raised to n minus 1 x എന്ന് വരും. 1 raised to n minus 1 x പ്ലസ് അടുത്ത ടേം nc2 1 raised to n minus 2 x² എന്ന് വരും. x² പ്ലസ് അങ്ങനെ പോയിട്ട് ലാസ്റ്റ് എന്ത് വരും? ncn x raised to n വരും അല്ലേ. ഇവിടെ ഫസ്റ്റത്തെ ടേം 1 ആയത് കാരണം ഇവിടെയൊക്കെ 1ൻ്റെ പവർ ഉണ്ട്. 1ൻ്റെ പവർ ഒന്നും നമ്മൾ കാണില്ല. ഓക്കെ, രണ്ടാമത്തെ ആൾ x ആണ്. എക്സിൻ്റെ പവർ ഇൻക്രീസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ഈ ഒരു എക്സ്പാൻഷനിൽ നമ്മൾ മുമ്പ് എഴുതിയതാണ് ഈ എക്സ്പാൻഷൻ. ഈ എക്സ്പാൻഷനിൽ നമ്മൾ എക്സിന് പകരം ഇവിടെ നമുക്ക് 6 raised to n അല്ലേ നിങ്ങൾ കാണുന്നത്. പുട്ട് x = 5. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പുട്ട് x = 5. പുട്ട് x = 5. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എക്സിന് ഇവിടെ 5 എന്ന് കൊടുത്താൽ ഇതെന്തായിട്ട് മാറും? യെസ്, 6 raised to n ആവും. 6 raised to n = 1 പ്ലസ് nc1 അല്ലേ. nc1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n തന്നെയാണ്. 1 പ്ലസ് n ഇൻറ്റു എക്സിന് പകരം 5 എന്ന് കൊടുത്തു 5 പ്ലസ് nc2
എക്സിന് പകരം 5 കൊടുത്താൽ നമുക്ക് ഇവിടെ 25 എന്ന് കിട്ടും അല്ലേ, 25 അല്ലെങ്കിൽ 5² പ്ലസ് അടുത്ത ടേം നോക്കൂ നിങ്ങൾ NC3 5ൻ്റെ ക്യൂബാണ് വരിക, 5ൻ്റെ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് NCN 5n വരും. ഇവിടെ 5² ആണോ. ഇവിടെ നോക്കൂ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 1 പ്ലസ് വന്നു, ഇവിടെ 5n എന്ന് വന്നു. ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ടേംസിനും 25% ആയിരിക്കും. ഇവിടെ 25 ഉണ്ട് അല്ലേ, ഇവിടെ 25 ഇല്ലേ, ഇവിടെ 25 ഇല്ലേ, ഇവിടെ എല്ലായിടത്തും 25% ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ജസ്റ്റ് 25 അല്ലേ, 25 ഇൻറ്റു 25ന് നമ്മൾ കോമൺ ഫാക്ട് എടുത്തു, ബാക്കി ഇവിടെ NC2 പ്ലസ് NC3, ഇവിടെ 25 പോന്നാൽ ഒരു 5 ഉണ്ടായിരിക്കും പ്ലസ് എക്സെട്ര പ്ലസ് NCN, ഇവിടുന്ന് 25 എന്ന് പറഞ്ഞാൽ 5² പോകുന്നുണ്ടാവും, 5² പോന്നാൽ 5n-2 ഉണ്ടായിരിക്കും, 5n-2. ഇനി നമ്മൾ ഇതിന് എങ്ങനെ എഴുതുന്ന അറിയോ, 1 പ്ലസ് 5n പ്ലസ് ഇതിനെ നമ്മൾ 25k എന്ന് എഴുതും, 25k. ഇതൊരു നമ്പർ ആയിരിക്കും, അതിന് നമ്മൾ k എന്ന് പേര് കൊടുത്തു, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 25 എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഏത് നമ്പർ വന്നു കഴിഞ്ഞാലും ഇത് മൾട്ടിപ്പിൾ ഓഫ് 25 ആണ്, അതുകൊണ്ട് ഈ നമ്പർ ബ്രാക്കറ്റിലാക്കി നമ്മൾ k എന്ന് കൊടുത്തു, അപ്പോൾ 25k എന്ന് വായിച്ചു. ഇനി നമ്മൾ ഈ 5n അങ്ങോട്ട് സൈഡ് മാറ്റി, ഇപ്പോൾ 6n - 5n ആയി. ഇതാ ഈ 5n അങ്ങോട്ട് എടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്, 25k എന്ന് ആദ്യം എഴുതി, 25k പ്ലസ് 1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയില്ലേ, നമ്മൾ ആദ്യം എഴുതി വെച്ച് നോക്കൂ. ടു പ്രൂവ് ദാറ്റ് 6n - 5n = 25k + 1. ഈ മോഡലാണ് നമ്പർ വന്നതെങ്കിൽ നമ്മൾ 6n - 5n 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എപ്പോഴും ബാലൻസ് 1 വന്നിട്ടുണ്ടാവും. ഓക്കെ, 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് 1 വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്പറിൻ്റെ ഫോം എന്തായിരിക്കണം, 25ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഇല്ല. 25 × 4 വന്നു പ്ലസ് 1 വന്നാൽ എപ്പോഴും ബാലൻസ് 1 ആയിരിക്കും. ഇത് 101 അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 25k + 1 എന്നാണ് വരേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തെളിയിച്ചത്. ഓക്കെ, ഇവിടെ k എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ബൈനോമിയൽ തിയറം പ്രൂവ് ദാറ്റ് ദ സെയിം മോഡലാണ് അല്ലേ, 9n + 1 - 8n - 9 is divisible by 64. ഇത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചോദ്യമാണ്. നമ്മളിവിടെ എഴുതാൻ പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോകണം. ഡിവിസിബിൾ ബൈ 64 കറക്റ്റ് ഡിവിസിബിൾ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ 1 + x ^ n + 1 ആണ് ഇവിടെ എഴുതുന്നത്. നന്നായി ശ്രദ്ധിക്കണം. 1 + x ^ n + 1 a + b ^ n നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം 1 × n + 1 അല്ലേ, 1 എന്ന് വരും. അടുത്ത ടേം C0 അല്ലേ, n + 1 C1 ആണ് വരിക. 1 × n + 1 - 1 പിന്നെ ഒരു x കടന്ന് വരും. പിന്നീട് n + 1 C2 x², അങ്ങനെ ലാസ്റ്റ് പോയിട്ട് പ്ലസ് പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം പറയൂ, n + 1 C n + 1 x ^ n + 1 വരും അല്ലേ, x ^ n + 1. ഇതായി ഇവിടെ n-ൻ്റെ സ്ഥാനത്തെല്ലാം n + 1 ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ എക്സിന് പകരം എന്ത് കൊടുക്കണം നോക്കൂ, 9 എന്ന് കൊടുക്കണം. പുട്ട് x = 9, പുട്ട് x = 9. അത് എവിടുന്നാണ് കിട്ടിയത്, പുട്ട് x = 9. നോക്കൂ, ഇവിടെ 9 × n + 1 അല്ലേ ഉള്ളത്, 9 × 2. അപ്പോൾ ഇത് 9 എന്ന് വരണമെങ്കിൽ എക്സിന് നമ്മൾ എക്സിന് 9 എന്നല്ല കൊടുക്കേണ്ടത്, എക്സിന് 8 എന്നാണ് കൊടുക്കേണ്ടത് അല്ലേ. സോറി, പുട്ട് x = 8. 9 × n + 1 എന്ന് വരണമെങ്കിൽ എക്സിന് നമ്മൾ 8 എന്ന് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ നോക്കൂ, എക്സിന് 8 എന്ന് കൊടുത്താൽ ഇത് 9 × n + 1 എന്നായിട്ട് മാറി. 9 × n + 1 = എക്സ് കാണുന്നിടത്തെല്ലാം നമ്മൾ 8 എന്ന് കൊടുക്കുകയാണ്. 1 + n + 1 C1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n + 1 ആണ്. എക്സിന് ഞാൻ 8 എന്ന് കൊടുത്തു, പ്ലസ് n + 1 C2, n + 1 C2 x² എന്ന് പറഞ്ഞാൽ 64 ആണ് അല്ലേ, പ്ലസ് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് 64 ഉണ്ടായിരിക്കും. n + 1 C3, ഇവിടെ 8ൻ്റെ ക്യൂബാണ് വരിക അല്ലേ, 8² കഴിഞ്ഞ് 8 ക്യൂബ് വന്നു. ലാസ്റ്റ് അങ്ങനെ പോയിട്ട് n + 1 C n + 1 8 × n + 1. നോക്കൂ നിങ്ങൾ, ദിസ് ഈസ് ഈക്വൽ ടു 1 + 8n + 8 പ്ലസ് ഇവിടെ കംപ്ലീറ്റ് 64, ഇവിടെ 64 ഉണ്ട്, ഇവിടെയും 64 ഉണ്ട്. 64 നമ്മൾ കോമൺ ഫാക്ട് എടുത്തു, ബാക്കി n + 1 C2, ഇവിടെ പ്ലസ് n + 1 C3 ഒരു 8 ഉണ്ടായിരിക്കും. എങ്ങനെ എക്സെട്ര ലാസ്റ്റ് n + 1 C
n പ്ലസ് 1 8 റേസ് ടു ഇവിടുന്ന് 8ൻ്റെ സ്ക്വയറാണ് പോകുന്നുണ്ടാവുക n പ്ലസ് 1 അപ്പോൾ n മൈനസ് 1 എന്നായിട്ട് മാറും. അത് എത്രയായാലും കുഴപ്പമില്ല, ഇത് 64ൻ്റെ മൾട്ടിപ്പിൾ എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ട് സംഭവങ്ങളും സൈഡിലേക്ക് മാറ്റുകയാണ്. ഇത് 9 റേസ് ടു n പ്ലസ് 1 ഇവിടെ ഉണ്ട്, ഈ 8n അല്ലേ സൈഡ് മാറ്റി മൈനസ് 8 എന്നായി. ഇവിടെ 8 പ്ലസ് 1 ഇതാ 1 പ്ലസ് 8 9 അല്ലേ, അത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ മൈനസ് 9 ഇസ് ഈക്വൽ ടു കംപ്ലീറ്റ് 64 അല്ലേ വന്നത്, 64k എന്ന് വരും. 64k മീൻസ് വാട്ട്, മൾട്ടിപ്പിൾ ഓഫ് 64 എന്നായി. therefore we can conclude 9 raised to n plus 1 minus 8n minus 9 is divisible by multiple of 64 എന്ന് പറഞ്ഞാൽ divisible by 64. കണ്ടോ, 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, കാരണം ദിസ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 64. എല്ലാത്തിലും 64 കോമൺ ആണ്. സോ ഈ നമ്പറിനെ നമുക്ക് 64 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് സിഗ്മ 3 raised to r NCR is equal to 4 raised to n. സിഗ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് എക്സ്പാൻഡ് സമ്മേഷനാണ് സിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ തൽക്കാലം ഇത് ഇങ്ങനെ തുടങ്ങുകയാണ്. സിഗ്മ r ഈക്വൽ ടു 0 to n. ഈ NCR ഞാൻ ആദ്യം എഴുതാണ്, ബൈനോമിയൽ കോഎഫിഷ്യൻസ് ആണ് ആദ്യം എഴുതേണ്ടത്. പിന്നീട് 3 raised to r is equal to, ആദ്യം r-ന് 0 എന്ന് കൊടുക്കണം. അപ്പോൾ NC0 ഓക്കെ, 3 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് ഇനി നെക്സ്റ്റ് വാല്യൂ r-ന് 1 എന്ന് കൊടുത്തു. NC1 സിഗ്മയുടെ പ്ലസ് ആണ് ഈ കാണുന്നത്, r-ന് നെക്സ്റ്റ് വാല്യൂ 1 എന്ന് കൊടുത്തു. പിന്നെ 3 raised to 1 അല്ലേ ഇവിടെ, r-ന് വാല്യൂ കൊടുക്കുകയാണ് 3 raised to 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് നെക്സ്റ്റ് r-ന് 2 കൊടുത്തു, NC2. സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ് എന്നാണ്, r-ന് ആദ്യം 0 കൊടുക്കുന്നു, r-ന് 1 കൊടുക്കുന്നു, r-ന് 2 കൊടുക്കുന്നു, 3 സ്ക്വയർ എന്നായി. 3 സ്ക്വയർ പ്ലസ് r-ന് നെക്സ്റ്റ് വാല്യൂ NC3 3 ക്യൂബ് പ്ലസ് ലാസ്റ്റ് വാല്യൂ എന്താണ് r-ന് NCN 3 raised to n. ഇതാണ് ഈ സിഗ്മയുടെ അർത്ഥം അല്ലേ. സിഗ്മ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. സിഗ്മ എന്ന് പറഞ്ഞാൽ പ്ലസ്, r-ന് 0, r-ന് 1, r-ന് 2, r = 3, അങ്ങനെ r = ലാസ്റ്റ് വാല്യൂ n വരെ കൊടുത്തു. അപ്പോൾ r = 0 മുതൽ n വരെ കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഏതോ ഒരു a + b ഹോൾ റേസ് ടു n ആണ്. കാരണം ഇതിൽ നോക്കൂ, NC0-ൽ തുടങ്ങി NCN-ൽ അവസാനിക്കുന്നത് കൊണ്ട് ഇത് ഏതോ ഒരു a + b ഹോൾ റേസ് ടു n ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ, ഏതോ ഒരു ബൈനോമിയൽ എക്സ്പാൻഷനാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഫസ്റ്റത്തെ മെമ്പർ നമുക്കറിയാം ഡിക്രീസ് ചെയ്ത് പോവുക ചെയ്യുക. അങ്ങനെ ഡിക്രീസ് ചെയ്ത് പോകുന്ന ആളെ നമ്മൾ കാണുന്നില്ല, അതുകൊണ്ട് അത് 1 ആയിരിക്കും. ഡിക്രീസ് ചെയ്ത് പോകുന്ന ആളെ കാണുന്നില്ലെങ്കിൽ അത് 1 ആയിരിക്കും. പിന്നെ ഫുൾ പ്ലസ് ആയതുകൊണ്ട് ഇത് പ്ലസ് ആണ്. വീണ്ടും 3 എന്ന് പറയുന്ന നമ്പർ നോക്കൂ, 3 raised to 0, 3 raised to 1, 3 raised to 2. രണ്ടാമത്തെ ആളാണ് ഇൻക്രീസ് ചെയ്ത് പോകാമെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് പോകുന്ന ആൾ രണ്ടാമത്തെ ആളാണ്. രണ്ടാമത്തെ ആൾ a + b, രണ്ടാമത്തെ ആൾ ഇൻക്രീസ് ചെയ്യുന്ന ആൾ 3 അല്ലേ. അപ്പോൾ 1 + 3 ഹോൾ റേസ് ടു n, ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്, 4 raised to n. അങ്ങനെയാണ് ഇത് 4 raised to n എന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷനാണ്, കാരണം NC0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, NCN-ൽ ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ a + b ഹോൾ റേസ് ടു n എന്ന് എഴുതി. പക്ഷേ ഫസ്റ്റത്തെ മെമ്പർ നമുക്കറിയാം ഡിക്രീസ് ചെയ്ത് പോകും. അങ്ങനത്തെ ഒരാൾ അവിടെ കാണുന്നില്ല, അതുകൊണ്ട് അത് 1 ആയിരിക്കും. 1 raised to 1 raised to 1 raised to വരുമ്പോഴാണ് അത് കാണാതെ പോകുന്നത്. അതേസമയം 3 നോക്കൂ, 3 raised to 0, 3 raised to 1, 3. രണ്ടാമത്തെ ആളാണ് ഇൻക്രീസ് ചെയ്ത് പോവുക, അപ്പോൾ രണ്ടാമത്തെ ആൾ നമുക്ക് 3 എന്ന് കൊടുത്തു. സോ ദ ആൻസർ ഈസ് 4 raised to n. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ 3 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് ഹോംവർക്ക് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11, 12 ആൻഡ് 14. അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. താങ്ക് യു.